ഇന്ധനവില വർദ്ധിച്ചതോടെ പച്ചക്കറിക്കും തീവിലയാണ്. തിരുവനന്തപുരത്ത് 20 രൂപയായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 50-52 രൂപ കൊടുക്കണം. ഇഞ്ചിയുടെ വില സെഞ്ചുറി അടിച്ചു. വെളുത്തുള്ളി വില കിലോയ്ക്ക് 175 രൂപ. ഹോട്ടൽ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു ചായയും കടിയും കഴിച്ച് സമാധാനത്തോടെ കൈകഴുകി പോരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്നില്ല. ചായയുടെ വില 15 രൂപയായി കഴിഞ്ഞു. എണ്ണക്കടികളുടെയും ഊണിന്റെയും വില വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഗോകുൽനാഥിനോട് ചോദിക്കാം. ഗോകുലെ, അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ ഉടനെണീക്കുമ്പോൾ ഇന്ന് എന്തിന്റെ വിലയാണ് കൂടിയത്? ഇന്നിപ്പോൾ പെട്രോളാണോ, ഡീസലാണോ, അതോടൊപ്പം ഗാർഹിക പാചകവാതക വില വർദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുപയോഗിക്കുന്ന പാചകവാതകം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാണിജ്യ പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം തുടർച്ചയായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും വിലവർധന ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മൾ എങ്ങനെ ജീവിക്കും? സർവത്ര വിലക്കയറ്റമാണല്ലോ ഗോകുൽ. ഷിഹാസ്, ഇന്ധന വിലവർദ്ധനവ് സമസ്ത മേഖലകളെയും സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കൾക്കും സംസ്ഥാനത്ത് പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നത്. ഇതിനാൽ തന്നെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് നിലവിൽ താളം തെറ്റുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതും മാത്രമല്ല പലചരക്ക് വണ്ടിയുടെ വാടക 20% വർദ്ധിച്ചതും വിപണിയെ തകിടം മറിച്ചിട്ടുണ്ട്. മൊത്ത വ്യാപാരികളിൽ നിന്ന് ചില്ലറ വ്യാപാരികളിലേക്ക് പച്ചക്കറികളും അതുമാത്രമല്ല ഫലവ്യഞ്ജനങ്ങളും ഒക്കെ എത്തുമ്പോൾ വീണ്ടും വില ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പച്ചക്കറി വിലയിൽ സംസ്ഥാനത്ത് ഏകീകരിച്ച ഒരു വിലയില്ല. പലയിടത്തും ഈടാക്കുന്നത് പല വിലയാണ് പലയിടങ്ങളിലും. മൊത്ത വ്യാപാര നിരക്കനുസരിച്ച് ഇഞ്ചി വില 80 നിന്ന് 160 ഉയരുകയും ചെയ്തു. പയർ 120, ചെറിയ ഉള്ളി 90, വഴുതനങ്ങ 60, അങ്ങനെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കോളിഫ്ലവർ, ക്യാബേജ്, വെള്ളരിക്ക എന്നിവയ്ക്ക് കിലോഗ്രാമിന് 20 രൂപ വീതമാണ് കൂടിയത്. എന്തായാലും പാം ഓയിൽ 165 രൂപയിൽ നിന്നും 165 രൂപയും സൺഫ്ലവർ ഓയിലിന് 135 രൂപയുമായപ്പോൾ ബിരിയാണി അരിവില 120 നിന്ന് 140 ഉയർന്നു. മട്ടണ് 1100 രൂപയും പോത്തിറച്ചിക്ക് 500 രൂപയും ബീഫിന് 480 രൂപയും കോഴിക്ക് 175 രൂപയുമാണ് പുതിയ നിരക്ക്. വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത് ഹോട്ടൽ ഭക്ഷണ വില ഇനിയും ഉയർത്തും. 19 കിലോ സിലിണ്ടറിന് 53.50 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് 3152 രൂപയാണ് 19 കിലോ ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത്. നിർമ്മാണ മേഖലയിൽ കമ്പി, സിമന്റ് എന്നിവയ്ക്ക് വില ഉയർന്നിട്ടുമുണ്ട്. ഏതായാലും സമസ്ത മേഖലകളിലും വില വർധനമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഗോകുൽ. പെട്രോളിന് വില വർധന, ഡീസലിന് വില വർദ്ധിച്ചു, പാചകവാതകത്തിന് വില വർദ്ധിച്ചു, വൈദ്യുതിക്ക് വില വർദ്ധിച്ചു. എല്ലാ വിലവർധനയും കൂടി സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ടാണ് വന്ന് കയറുന്നത്. പോക്കറ്റ് കീറുന്ന ഒരു അവസ്ഥയാണ്. ഹോട്ടലിൽ പോയി പുറത്തുനിന്ന് വല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കരമായ വിലക്കയറ്റമാണ് ഹോട്ടലുകളിലുള്ളത്. ഒരു പൊറോട്ടയ്ക്കൊക്കെ 15-20 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ചായ കുടിക്കണമെങ്കിൽ, ഒരു ചായയും കടിയും കുടിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ പോലും 30-40 രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി വീട്ടിൽ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും ഫ്രൂട്ട്സിനും പച്ചക്കറിക്കും എല്ലാം വലിയ വിലയാണ്. ഈ വിലവർധനയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനോ അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കോ ഉത്തരവുമില്ല.